ഒരു വാർത്ത സർക്കാരിന്റെ പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വ്യത്യാസം. വെയർഹൌസുകളിൽ നിന്ന് ബാർ ഉടമകൾക്ക് ഓൺലൈൻ വഴി മദ്യം വാങ്ങാം എന്നുള്ളതാണ്. പുതിയ സംവിധാനം ഏർപ്പെടുത്തി ബെപ്കോ രംഗത്ത് വന്നു. ലൈസൻസുകളുടെ പ്രതിനിധികൾ നേരിട്ടെത്തി ഇൻഡന്റ് നൽകണമെന്നായിരുന്നു ബെപ്കോയുടെ ബാങ്ക് അക്കൗണ്ടിൽ പണമടച്ച് ചെല്ലാനും ഇനി നേരിട്ട് ഹാജരാക്കേണ്ടതില്ല. വിനോദ് ചേരുന്നു. വിനോദ്, ഈ കഴിഞ്ഞ ദിവസം ബാർ ഉടമകളുമായൊക്കെ മന്ത്രിയുടെ ചർച്ച നമ്മൾ കണ്ടതാണ്. മദ്യനയവുമായി ബന്ധപ്പെട്ട് ഈ പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകൾ ബാർ ഉടമകൾ ഇത്തരത്തിൽ നേരിട്ട് ചെല്ലുന്നതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണോ പുതിയ സംവിധാനം? ഇതിന്റെ മേന്മ, മെച്ചം എന്തൊക്കെയാണ്? വിനോദ്, കേൾക്കാമോ? ബാർ ഉടമകൾക്ക് ഓൺലൈനായി മദ്യം വാങ്ങാം എന്നുള്ള തീരുമാനം, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ ബെപ്കോ പോകുന്നു എന്നുള്ളതാണ്. വെയർ ഹൗസുകളിൽ നിന്നാണ് ബാർ ഉടമകൾക്ക് ഓൺലൈനായി മദ്യം വാങ്ങാനുള്ളത്. ചെല്ലാനും മറ്റും നേരിട്ട് ഹാജരാക്കേണ്ട ഇൻഡന്റ് വേണം എന്ന ആവശ്യം നേരത്തെ ഉണ്ടായിരുന്നു. അതായത് ലൈസൻസുകളുടെ പ്രതിനിധികൾ നേരിട്ടെത്തി ഇൻഡന്റ് നൽകണമെന്നായിരുന്നു നേരത്തെയുള്ള നിയമാവലിയിൽ പറഞ്ഞിരുന്നത്. പക്ഷെ അതിലൊക്കെ ഒരു മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഇത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ ഒരുപക്ഷെ മദ്യനയവുമായി ബന്ധപ്പെട്ട് ഈ വർഷത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന സൂചന ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഈ ഒരു പ്രധാനപ്പെട്ട തീരുമാനം. അത് ബാർ ഉടമകൾക്ക് സൗകര്യപ്രദമായ ഒരു തീരുമാനം കൂടിയാണ്. പലവിധ പ്രായോഗിക ബുദ്ധിമുട്ടുകളും ഇല്ലാതാക്കുന്ന തീരുമാനമാണ് എന്ന് മനസ്സിലാകുന്നു. ഇത് വിനോദ്, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ? ഏത് തരത്തിൽ ഇത് പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കാനാണ് നിർദ്ദേശം? രഞ്ജിത്ത്, നേരത്തെ ബാർ ഉടമകൾ വെയർഹൌസുകളിലെത്തി ഇൻഡന്റ് നൽകുകയും പിന്നീട് ബെപ്കോയുടെ അക്കൗണ്ടുള്ള ബാങ്കിൽ ചെല്ലാനടച്ച് അത് വെയർഹൌസുകളിൽ എത്തിക്കുകയും ചെയ്യണമായിരുന്നു. അങ്ങനെയാണ് ബാറുകളിലേക്കുള്ള മദ്യം വാങ്ങാനുള്ള നടപടിക്രമം പൂർത്തിയാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ബെപ്കോ പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു. വെബ്സൈറ്റിലൂടെ, ബെപ്കോ തന്നെ പുതുതായി തയ്യാറാക്കിയ വെബ്സൈറ്റിലൂടെ ബാർ ഉടമകൾക്ക് അവർക്കിഷ്ടമുള്ള മദ്യം വാങ്ങാം. അതിന്റെ നടപടികൾ ലഘൂകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഡന്റും അതോടൊപ്പം തന്നെ ഈ തുകയും ഓൺലൈൻ വഴി തന്നെ ഒടുക്കാൻ കഴിയും. കേരളത്തിൽ എവിടെയുമുള്ള വെയർഹൌസിൽ നിന്ന് അപ്പോൾ അവിടെ സ്റ്റോക്കുള്ളതിൽ താല്പര്യമുള്ള മദ്യം അത് ബാർ ഉടമകൾക്ക് വാങ്ങാൻ കഴിയും. അല്ലെങ്കിൽ ഈ വെയർഹൌസുകളിൽ നേരിട്ട് എത്തേണ്ട സാഹചര്യമായിരുന്നു. പല ജില്ലകൾ ഇല്ലെങ്കിൽ ഒരു ജില്ലയിൽ നിന്ന് മറ്റേതെങ്കിലും ജില്ലയിൽ പോയി അവിടുത്തെ വെയർഹൌസിലാണ് ഇവർക്ക് താല്പര്യമുള്ള മദ്യമുള്ളതെങ്കിൽ അവിടെ നിന്നൊക്കെയും വാങ്ങുന്നതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ട്, ഇത്രയും യാത്ര ചെയ്യുന്നതിന്റെയും മറ്റ് സാങ്കേതിക തടസ്സങ്ങളുമൊക്കെയും സമയച്ചെലവും ഒക്കെയും ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ ബെപ്കോ പോകുന്നത്. മാത്രവുമല്ല, പ്രതിപക്ഷ നേതാവിന്റെ ഗുരുതരമായ ഒരു ആരോപണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം സഭയിൽ ഈ ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെയായിരുന്നു വി.ഡി. സതീശൻ അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത്. അതായത് ഈ മദ്യത്തിന്റെ ഉപഭോഗം കുറഞ്ഞു എന്നൊരു കണക്കാണ് എക്സൈസ് മന്ത്രി സഭയിൽ അവതരിപ്പിച്ചത്. യു.ഡി.എഫ് സർക്കാരിനേക്കാൾ ഇപ്പോൾ ഉപഭോഗം കുറഞ്ഞു. പക്ഷേ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് വി.ഡി. സതീശൻ പറഞ്ഞത് ഉപഭോഗം കുറഞ്ഞതല്ല, സെക്കൻഡ്സ് മദ്യം വ്യാപകമായി ബാറുകളിലൂടെ ഒഴുക്കുന്നു. അതായത് ബെപ്കോയിൽ നിന്നല്ല മദ്യം വാങ്ങുന്നത്, മറിച്ച് ഡിസ്റ്റിലറികളിൽ നിന്ന് നേരിട്ട് മദ്യം വാങ്ങി അത് ബാറുകൾ വഴി വിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഖജനാവിന് വലിയ നഷ്ടമുണ്ടാകുന്നു. മദ്യ ഉപഭോഗത്തിൽ കുറവുണ്ടായി എന്ന കണക്കുകൾ ശരിയല്ല എന്ന കാര്യം കൂടി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തി പുറത്തുവന്ന ബാർ ഉടമകൾ പിന്നീട് ഇതേക്കുറിച്ച് പ്രതികരിച്ചത് ആർക്ക് വേണമെങ്കിൽ ഇക്കാര്യത്തിൽ പരിശോധന നടത്താം എന്നതാണ്. ഏതായിരുന്നാലും ഇപ്പോൾ ഈ മദ്യനയം വരുന്നതിന് മുൻപാണ് ബെപ്കോ ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോകുന്നത്. ബാർ ഉടമകൾക്ക് ഇനി ഈ തരത്തിൽ ഓൺലൈൻ വഴി വളരെ വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മദ്യം വാങ്ങാനുള്ള ഒരു സൗകര്യം അത് ബെപ്കോ ഒരുക്കി നൽകുകയാണ്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഓൺലൈൻ വഴി ഗോഡൌണുകളിൽ നിന്ന്, ബെപ്കോയുടെ ഗോഡൌണിൽ നിന്ന് മദ്യം വാങ്ങാം ബാർ ഉടമകൾക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസിന്റെ ഉന്നതതല